നിങ്ങളുടെ കരുതൽ എത്തുന്നതിനേക്കാൾ ദൂരത്തേക്ക് അവന്റെ കരുതൽ എത്തുന്നു. ദൈവത്തിന്റെ ചിറകുകളാൽ ഭക്തൻ മൂടപ്പെടുന്നു. സംരക്ഷണത്തിന്റെ സൗമ്യഭാവം. കെണികളെയും മഹാമാരികളെയും കുറിച്ച് പറഞ്ഞ ശേഷം സങ്കീർത്തനം 91 യുദ്ധത്തിന്റെ ഭാഷയിൽ നിന്ന് വാത്സല്യത്തിന്റെ ഭാഷയിലേക്ക് മാറുന്നു. ദൈവം ഒരു കോട്ടയായി മാത്രമല്ല, തന്റെ ചിറകുകളാൽ മൂടുന്ന ഒരു പക്ഷിക്ക് സമാനമായും വിവരിക്കപ്പെടുന്നു. ദൈവീക സംരക്ഷണം ശക്തം മാത്രമല്ല, അത് സൗമ്യം കൂടിയാണെന്ന് ഈ ചിത്രം വെളിപ്പെടുത്തുന്നു. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മൂടും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയും ആകുന്നു. സങ്കീർത്തനം 91:4. ബൈബിളിലുടനീളം ചിറകുകൾ എന്ന രൂപകം കരുതലിന്റെയും അടുപ്പത്തിന്റെയും പ്രതീകമായി വരുന്നു. അത് അപകടത്തിൽ നിന്നുള്ള സുരക്ഷ മാത്രമല്ല, ഊഷ്മളതയും സമാധാനവും നൽകുന്നു. ദൈവം ആടുകളെ കയ്യിൽ വഹിക്കുന്ന ഇടയനായും മക്കളുടെ ആവശ്യങ്ങൾ അറിയുന്ന പിതാവായും ചിത്രീകരിക്കപ്പെടുന്നു. ദൈവത്തിന്റെ വിശ്വസ്തതയെ പരിച എന്നാണ് സങ്കീർത്തനം 91 വിശേഷിപ്പിക്കുന്നത്. പരിച ശരീരത്തെ സംരക്ഷിക്കുമ്പോൾ വിശ്വസ്തത ആത്മാവിനെ സംരക്ഷിക്കുന്നു. ദൈവത്തിന്റെ കരുതൽ താൽക്കാലികമോ നിബന്ധനകളുള്ളതോ അല്ലെന്ന് ഇത് ഉറപ്പു നൽകുന്നു. മാനുഷിക സംരക്ഷണങ്ങളും വാഗ്ദാനങ്ങളും പരാജയപ്പെടുന്ന ലോകത്ത് സങ്കീർത്തനം 91 സുരക്ഷയുടെ വേറിട്ടൊരു കാഴ്ചപ്പാട് നൽകുന്നു. രാത്രിയിലും പകലിലും മനുഷ്യഹൃദയത്തിന്റെ ഏറ്റവും വലിയ പോരാട്ടമായ ഭയത്തോടാണ് സങ്കീർത്തനം 91 നേരിട്ട് സംസാരിക്കുന്നത്. ഭയത്തിന്റെ നിലനിൽപ്പിനെ അത് നിഷേധിക്കുന്നില്ല, മറിച്ച് ഭയത്തിന്റെ അധികാരത്തെ പുനർനിർവചിക്കുന്നു. ഇരുളിലും വെളിച്ചത്തും വരുന്ന അപകടങ്ങളെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും ഭയപ്പെടാനില്ല. സങ്കീർത്തനം 91:5-6. അപകടങ്ങൾ ഉണ്ടാകില്ല എന്നല്ല ഇതിനർത്ഥം, മറിച്ച് വിശ്വാസിയുടെ ഹൃദയത്തിന്മേൽ ഭയത്തിൻ്റേത് അവസാന വാക്കല്ല എന്നാണ്. രാത്രി അനിശ്ചിതത്വത്തെയും പകൽ ദൃശ്യമായ വെല്ലുവിളികളെയും സൂചിപ്പിക്കുന്നു. ഈ രണ്ടിലും ദൈവീക കാവൽ തന്നെ ഭക്തനുണ്ട്. സമാധാനമെന്നത് അപകടങ്ങളുടെ അഭാവമല്ല, മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്.